Hello friends, welcome to RAMI'S Food and Vlog. ഇന്ന് ഞാൻ കണ്ണൂർ സ്പെഷ്യൽ പൊരിച്ച ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ ചെറിയ അളവിലാണ് ചെയ്യുന്നത്. 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതിലേക്ക് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പുമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അരമുറി ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും മാറ്റി വെക്കാം. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. 2 കപ്പ് ജീരകശാല അരി കഴുകി വെള്ളം ഊറ്റി വെച്ചതാണിത്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും എടുത്തിട്ടുണ്ട്. റൈസിലേക്ക് വേണ്ടുന്ന സ്പൈസസ് ആണിത്. 3 ഏലക്കായ, 1 8 10 ഗ്രാമ്പു, 4-5 ചെറിയ കഷ്ണം പട്ട, പിന്നെ 1 ബേ ലീഫ്സും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചെടുത്തതാണ്. ഇത് 1 ടേബിൾ സ്പൂൺ മതിയാകും. 5 ഉള്ളി ചെറുതായി നീളത്തിൽ അരിഞ്ഞെടുത്തതാണിത്. 4 ഉള്ളിയാണ് ബിരിയാണിയുടെ മസാലയിലോട്ട് ചേർക്കുന്നത്. 1 ഉള്ളി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതാണ്. മല്ലിയിലയും പുതിനയിലയും ചെറുതായി മുറിച്ചെടുത്തത് 1 കപ്പ്. പിന്നെ 1 വലിയ തക്കാളി ചെറുതായി മുറിച്ചെടുത്തതാണിത്. വലിയ തക്കാളി ആയതുകൊണ്ട് 1 മാത്രമേ എടുത്തിട്ടുള്ളൂ. ചെറുതാണെങ്കിൽ 2 എണ്ണം ചേർക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ആകുന്ന സമയം കൊണ്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് വറുത്തെടുക്കാം. ഇനി ഇത് കോരി മാറ്റിയ ശേഷം ഇതേ എണ്ണയിലേക്ക് തന്നെ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുള്ള 1 സവാള ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാള ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റി വെക്കാം. അപ്പോഴേക്ക് നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചിക്കൻ കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം. ഞാൻ പ്രഷർ കുക്കറിലാണ് റൈസ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിലും ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് വെള്ളമാണ് ചേർക്കേണ്ടത്. ഈ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അളവിൽ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കപ്പിന് 1.25 കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. നോൺ സ്റ്റിക്ക് പാനിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 1 കപ്പിന് 1.5 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 കപ്പ് അരിക്ക് ടോട്ടൽ 2.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ച ശേഷം കഴുകി വെച്ചിട്ടുള്ള അരി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് 1 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 1 വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് 1 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം പ്രഷർ കുക്കറിലെ ആവിയെല്ലാം ഇതുപോലെ കളഞ്ഞ ശേഷം ഓപ്പൺ ചെയ്യാം. റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് കുറയുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ചൂടോടെ ഇളക്കുമ്പോൾ ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. ഇതിനായി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ചെടുത്തിട്ടുള്ള 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോൾ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള 4 സവാള ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. സവാള ഇപ്പോൾ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞെടുത്തിട്ടുള്ള 1 വലിയ തക്കാളി കൂടെ ചേർത്ത് ഇളക്കിയ ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് ലോ ആക്കിയ ശേഷം 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ ബിരിയാണി മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് 1/4 കപ്പ് തിളച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനു പകരം നിങ്ങൾക്ക് തൈര് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്.
ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ നീരും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് കുറുകി വരുമ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ പീസസ് കൂടെ ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ഓയിൽ ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാൻ വേണ്ടി പകുതി ചോറ് ഇതുപോലെ പാനിലോട്ട് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ മസാല മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും ബാക്കിയുള്ള ചോറ് മുകളിൽ ചേർക്കാം. ഇനി ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും കുറച്ച് മല്ലിയിലയും എല്ലാം മുകളിൽ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗരം മസാല ഇതുപോലെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ 10 മുതൽ 15 മിനിറ്റ് വരെ ദം ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിന് സെർവ് ചെയ്യാം. തയ്യാറാക്കാൻ വളരെ ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു റെസിപ്പിയായി വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.